എല്ലാവർക്കും ഗെയിംസിലേക്ക് വീണ്ടും സ്വാഗതം. ഗെയിം നമുക്ക് ഗെയിംസ് കളിക്കണം കച്ചു വീട്ടിട്ടുണ്ട് ഗസ് നമ്മളെത്തിക്കുന്നത് ഗൈസ്. അപ്പം ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു ബസ് ഓട്ടിച്ച് ഒരു ഡേഞ്ചറസ് ബസ്സാണ് ഗൈസ്. ഇന്ന് നമ്മൾ ആ ഒരു വണ്ടി ഓട്ടിച്ച് നമ്മളിന്ന് നമ്മുടെ ലെവലിൽ നമ്മൾ 5 സ്റ്റേജുകളുണ്ട്. ആ 5 സ്റ്റേജാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു പണ്ടത്തെ സ്കൂൾ ബസ്. ഇപ്പോഴത്തെ സ്കൂൾ ബസ്, ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ സ്കൂൾ ബസ് ഇതാണല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് 10K ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റാണ്. അപ്പം നേരെ പോയി ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൊക്കെ അടിച്ച് വെക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. അപ്പം നേരെ പോയി അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ പോയി സബ്സ്ക്രൈബും ഷെയറും ബെല്ലൊക്കെ അടിച്ച് തകർക്കുകയും കൂടെ ചെയ്യുക ഗൈസ്. ഓക്കെ, അതെനിക്ക് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഒരുത്തൻ ഇവിടെ നിന്ന് അങ്ങ് വീണു. അവൻ വളച്ചെടുത്തിട്ട് ഞാൻ ഒറ്റയില്ല ഗൈസ്. അപ്പം നമ്മളങ്ങനെ സൂക്ഷിച്ച് വേണം. അപ്പം ഇന്നത്തെ കുറച്ച് ചലഞ്ചുകളൊക്കെ ഉണ്ട്. ആ ചലഞ്ചുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വളവിൽ ശ്രദ്ധിച്ച് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയ്യെ പോകണം. ഓക്കെ, നമ്മൾ പെയ്യെ പോയിട്ട് നമ്മൾ വീഴരുത്. അതാണ് നമ്മുടെ ടാസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. താഴൊക്കെ വണ്ടികളൊക്കെ വീണുകൊണ്ട് ഇഞ്ചും പരുവായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടി ആവാൻ കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചലഞ്ചിന് നേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ 2 ചലഞ്ചുകളാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. നമ്മൾ താഴെ വീഴാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു ഉണ്ടമുളക് കഴിക്കുന്നതായിരിക്കും. ആ ഒരു ഉണ്ടമുളകിൻ്റെ ഷോർട്സ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ പറയാനായിരിക്കും. ഞാൻ ഒരു ഷോർട്സ് ഇടുന്നതായിരിക്കും. അതിനകത്ത് ഞാൻ ഉണ്ടമുളക് കഴിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുവരെ ഒരു സ്റ്റേജ് പോലും നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടെന്ന് തന്നെ പോയേക്കാണ്. നമ്മൾ അടുത്ത സ്റ്റേജ് എത്താറായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒരു സുഹൃത്തുക്കളെ ഒരു തടിയുടെയാണോ ഇരുമ്പിൻ്റെയാണോ എന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു പാലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു കുഴിയൊക്കെ ഉണ്ട്. എന്നാലും ആ കുഴിയുടെ സൈഡിൽ കൂടെ നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് നമുക്ക് അവർ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോയിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കല്ലുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇച്ചിരി പെയ്യെ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി വീഴാനും അഥവാ ഈ കൊക്കയിലേക്ക് മാറി നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാനും സാധ്യത കൂടുതലെങ്ങാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചലഞ്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ 2 നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടമുളക് തിന്നേണ്ട വരും. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പെയ്യെ പോവുക, ഒരിക്കലും നമ്മൾ സ്പീഡിൽ പോവാതിരിക്കുക. അത് ഏത് സ്പേസ് ആയാലും നമ്മൾ സ്പീഡിൽ പോകാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഡേഞ്ചറസ് ബസ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ഗെയിമൊക്കെ ഉണ്ട്. കാർ ഗെയിംസ് ഉണ്ട്. നമ്മൾ ATV ആയിട്ട് നമ്മൾ റൈഡ് വന്നായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇട്ടിട്ടുണ്ടായിരിക്കും, ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ കൊക്കയിലൊരു വണ്ടി എടുക്കുന്നുണ്ടോ? അവൻ ആ വണ്ടി അവിടെ വളച്ചെടുക്കാൻ നോക്കുക, പക്ഷെ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇത്ര ഒറ്റ ലെവൽ നമ്മൾ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഡേഞ്ചറസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കരുതി കൂട്ടുക. ചിലവരൊക്കെ അത് പിറക്കെ നമ്മൾ പറന്നങ്ങ് പോകും. അവസാനം ലാസ്റ്റ് വരുമ്പോഴത്തേനും ഇല്ല കൊക്കയിലോട്ട് പറക്കും. അവരങ്ങനെ നമ്മുടെ സുനാമിയിലോട്ട് വീഴും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഇറക്കം എങ്ങനെയെങ്കിലും നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. കുഴപ്പമില്ല, അടിയൊക്കെ തട്ടുന്നുണ്ട്, എന്നാലും സേഫാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയാണ് നമ്മുടെ നോക്കി. ഈ തടിയുടെ കുറച്ച് പാലങ്ങളാണ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു തടിയുടെ പാലങ്ങൾ കാണാൻ നമ്മൾ വീഴാനുള്ളത് ഒരു 100% ചാൻസാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോക്ക് 10K ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് ലൈക്ക് ടാർഗറ്റ് തരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡേഞ്ചറായിട്ട് ഞാൻ ഇത്രയും വലിയ വഴി കൂടെയൊക്കെ ഞാൻ പോകുന്നുണ്ടല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഷെയറും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ശരിയാവും? ഒരു 10K ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് ലൈക്ക് ടാർഗറ്റിലെ ഗൈസ് നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്ത് തരിക. നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ട് ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ ലൈക്ക് ചെയ്യിപ്പിക്കുക, എല്ലാവിടേക്കും ബെല്ലൊക്കെ അടിച്ച് തകർപ്പിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ ഇവിടം വരെ വന്നിട്ടുണ്ട് ഏകാന്തതയ്ക്ക് ശേഷം. ഓക്കെ ഐ ആം റൈറ്റ് ഗൈസ്. നമ്മളിവിടെ പെടാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ പോയിട്ടുണ്ട്. 90% ചാൻസാണ് ഞാൻ മിക്കവാറും ഞാൻ വീഴുകയില്ലെന്ന്. 10% ഇനിയും കിടപ്പുണ്ട്. അത് ഞാൻ ഉറപ്പായിട്ട് വീഴുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി പാടാടാ. ഇച്ചിരി പാടാടാ. അല്ല ഗൈസ്, ഇച്ചിരി പാടല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു പാടുള്ള ആ ഒരു ലെവൽ നമ്മളങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ചാൻസിലേക്ക് ഇനി പോകണം. അല്ലെ പാറയെ മണ്ടയ്ക്കെങ്ങാനും ഉരുണ്ട് വീണാൽ പോയി. ഒരുത്തിനിവിടെ പറന്നൊന്ന് ഇടിച്ചവൻ്റെ പപ്പടമായി കേട്ടോ ഈ വണ്ടി. അവരെ അസ്ഥി കൂടൊക്കെ കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഗൈസ് നമ്മളൊരു ഗുഹയ്ക്കകത്തോട് കയറിയിട്ടുണ്ട്. ഈ ഒരു ഗുഹയുടെ മണ്ട എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. മിക്കവാറും വലിയ മലയെങ്ങാനും ആയിരിക്കും. ആന്ന് ഗൈസ് ഒരു വലിയൊരു താങ്ങുന്നൊരു മലയാണ്.
ഓ ചുറ്റിന് വലിയൊരു വാട്ടർഫാൾസ് ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ചെക്ക് പോയിൻറ്റ് 2 നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ളത് കുറച്ച് ഓഫ് റോഡിങ് ആണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. മേളിൽ നല്ല പാറ എങ്ങനെ ഉരുണ്ട് വീഴാൻ 100% ചാൻസും നമ്മുടെ ഈ ഒരു മുമ്പിൽ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് സീനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോയിൻറ്റ് ഇവിടെ അടുത്താണ്. ഇനി ഒരു 100 മീറ്ററെങ്കിലും പോയി കഴിഞ്ഞിട്ട് ഇതിന് തിരിച്ച് അയച്ചിട്ട് പാടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വീഴാതിരിക്കുക, അതാണ് മാക്സിമം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പിന്നെ പെയ്യെ പോകുമ്പോൾ മഴയൊക്കെ അഥവാ വീഴുവാണെങ്കിൽ നമ്മൾ പോയി ഗൈസ് പിന്നെ നമ്മുടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ ഒരു ഗെയിമിൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടമുളക് തിന്നും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുമായിരിക്കും. അപ്പോൾ ഗൈസ് ആണ് ഒരുത്തൻ്റെ വണ്ടി ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ വണ്ടിയും കുലുങ്ങാതിരിക്കുക. നമ്മുടെ വണ്ടി കാരണം ഈ റോഡിലോട്ട് ഞാനൊന്ന് ഇറക്കി ഇടുകയാണ്. ഓക്കെ, വേണമെങ്കിൽ അവൻ എൻ്റെ വണ്ടി വന്ന് അവനെ കയറാം. ഞാനൊരു ചാൻസ് അവനെ കൊടുക്കാമായിരുന്നു. പക്ഷെ അവൻ്റെ വണ്ടിയും കൊണ്ടേ വരത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. യെസ് ഗൈസ്, അങ്ങനെ അവൻ ആ വണ്ടി ഒരു ഉണ്ട്, അവൻ അങ്ങനെ എങ്ങനെയെങ്കിലും അവന്മാരെങ്ങനെയെങ്കിലും റെഡി ആയിക്കോളും. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട് ഇവിടെ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഇവിടുന്ന് വണ്ടി ഇനി എങ്ങനെ എടുക്കും? അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞേക്കുന്നത് ഞാൻ തന്നെ തിരിച്ചെടുത്തിരുന്നത്, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇനി ചുറ്റി നേരം കൂടെ ഞാൻ വേണമെങ്കിൽ കളിക്കാം. ഞാൻ ചുമ്മാ പറയുന്നില്ലേ, അത് നിങ്ങളൊന്നും വിശ്വസിക്കരുത്. നമ്മൾ തമാശയ്ക്ക് അത് നിങ്ങൾ തമാശയ്ക്ക് എടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഓഫ് റോഡിങ് ആയിട്ടുള്ള സ്പേസിലേക്ക് ഞാൻ പോകേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഞാൻ വീഴുമെന്ന്. കാരണം ഞാൻ ആ ഒരു ഉണ്ടക്കകത്തൂടെയാണ് ഞാൻ ചാടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീഴുന്നു. കുറച്ച് ഗെയിം കളിക്കുന്ന കണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിമൊക്കെ പഠിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ടല്ലോടാ, നമ്മുടെ ഈ റോബോക്സിൽ കളിക്കുമ്പോൾ ജോയ്സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഒരു ജോയ്സ്റ്റിക്കിനകത്ത് വെച്ചാണ് നമ്മൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സേഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മൾ പോവത്തില്ല, വണ്ടി നമ്മുടെ കൈ വിട്ടങ്ങോട്ട് പോവാത്തില്ല. അത് വേറൊരു സത്യം. നമ്മുടെ കൂടെ ഉള്ളവന്മാരെല്ലാം പോയി, അത് അവന്മാരുടെ കഴിവനുസരിച്ചായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ലെവലിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളത് വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നേ ഇല്ല ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ നിന്ന് എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ നോക്കായിരുന്നു. പക്ഷെ പറ്റത്തില്ലടേ, പോയി ഗൈസ്. ഗൈസ് അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി നേരെ താപ്പോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ ക്ഷമിക്കുക, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇത്രയും ലെവൽ നല്ലപോലെ കളിച്ചിട്ട് എനിക്കതൊന്ന് അസാധാരണമായി കളിക്കാൻ അതെനിക്കങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവണമല്ലോ. ഓക്കെ, ഈ ഒരു മൂന്നാമത്തെ ലെവൽ വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഫുൾ കളിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ വീണിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മൂന്നാമത്തെയോ രണ്ടാമത്തെയോ, ഇപ്പോൾ രണ്ടാമത്തെയാണ്. മിക്കവാറും ഇനി ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അരമണിക്കൂറായിട്ട് ഞാൻ കളിക്കുന്നതായിരിക്കും, ലൈവൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഡാ, പോടാ ഡാ, ഫ്രണ്ടി ഉള്ളവൻ പോകുന്നില്ലടാ, ഡാ പോടാ, എന്നാൽ ഞാൻ പോയിക്കോളാം. ഗൈസ് അങ്ങനെ നമ്മളാണെങ്കിൽ ഈ ഒരു ഓക്കെ അവൻ ഇടിച്ചിടാനാണ് നോക്കുന്നത്. പക്ഷെ നമ്മളതിനൊന്നും ഒരിത് നോക്കുന്നില്ല. നമ്മൾ പെയ്യെ വണ്ടി കയറ്റുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അങ്ങനെ നമ്മളതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അവൻ നമ്മളെ ഇടിച്ചിട്ടിട്ട് നമ്മളത് നമ്മുടെ ഒരു ധൈര്യത്തെ പറ്റി നമ്മൾ വണ്ടി നമ്മൾ ഓട്ടിച്ച് നമ്മൾ അത്രയും കംപ്ലീറ്റ് ചെയ്യും. ഒരു മലയായതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് കുറച്ച് പോറലുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും വണ്ടി തരിപ്പണാവാൻ 100% ചാൻസ് കൂടുതലാണ്. ഗൈസ് ഇനി നമ്മൾ ഭയങ്കര സൂക്ഷിക്കണം. ഇത്രയും നേരം ഭയങ്കര സിമ്പിളായിരുന്നു, എനിക്ക് ഇത്രയും നേരമുള്ള സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് സിമ്പിളായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പെയ്യെ പോവാ ഗൈസ്. അപ്പം നിങ്ങളൊക്കെ കുറേ ഇമോജിയും അതൊക്കെ നിങ്ങൾ ഇടുന്നുള്ളൂ. അപ്പം നിങ്ങൾ ആ ഇമോജിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ ഇമോജികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങളൊന്ന് ചോദിക്കുക. എന്നാലല്ലേ ഗൈസ് എനിക്കൊരിത് വരത്തുള്ളൂ. നിങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ നിങ്ങളൊന്നും ചോദിക്കുന്നുമില്ല, പിന്നെ ഞാൻ എന്തോ ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഭാഗം കണ്ടായിരുന്നല്ലോ, അവിടെ ഒരു മല ഉരുണ്ട് വീണത്, മലയിലല്ല ഒരു ഉണ്ട അത് വീണത് ഗൈസ് നമ്മുടെ മണ്ടയിലോട്ട്. അപ്പോൾ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഈ ഒരു വഴി പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.
ഓക്കെ, ഈ ഒരു വഴിയാണ് ഗെയിം മാസ്റ്റർ എസ്കേപ്പ് ആയിട്ടുള്ളതും. അപ്പോൾ ഗേസ് അപ്പോൾ നമുക്ക് ചെക്ക് പോയിൻ്റ് 4 കിട്ടിയിട്ടുണ്ട്, 3 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു 3 നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാൻ പറ്റുമെങ്കിൽ നമുക്ക് 4 ചെയ്യാം. 4 നമ്മൾ എസ്കേപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതൊരു കാർ എടുക്കുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളതാണ് അപ്പോൾ ഈ ആക്സിലേറ്റർ നമ്മൾ വണ്ടി കൊണ്ട് കയറ്റുകയാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മളത് അതങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മുടെ വണ്ടി ഒന്ന് ഇവിടെ ഇടിച്ചിരിക്കുകയാണ്. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അവിടെ ചെക്ക് പോയിൻ്റ് ഇട്ടിയതുകൊണ്ട് നമുക്ക് സീനില്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞായിരുന്നു നമ്മൾ ഉണ്ടമുളകൊന്നും കഴിക്കുമെന്ന്. ഞാൻ കഴിക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. ഒന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ, അല്ലാതെ മൊത്തമൊന്നും ഞാൻ കഴിക്കൂല. മൊത്തം കഴിക്കാൻ എനിക്ക് പ്രാന്തില്ല. പെട്ടെന്ന് പോയേക്കാം, ഉരുൾപൊട്ടലൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഈ പോകണ്ട, നിങ്ങളെ കൊണ്ട് ഹെലികോപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് എനിക്ക് വേണ്ട ടീച്ചറെ, ഞാൻ സ്കൂൾ വണ്ടിയിൽ പോയിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. ഉരുൾപൊട്ടൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ മണ്ട വലിയൊരു മലയുണ്ട്, ആ മല പൊട്ടാൻ 100% ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചാൻസ് കാരണമാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വന്നത്. എനിക്ക് പോകണ്ട വീട്ടിൽ, എപ്പോഴും വരുമെന്നാ. അതും പോലീസൊക്കെ അവരുടെ കയ്യാണ് ഗൈസ്. അവരെയൊക്കെ രക്ഷിക്കാൻ പോലും പോലീസുകാർ വരില്ല. ഞങ്ങളുടെ സ്കൂളിനെ പോലീസുകാർക്ക് ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഓട്ടിച്ചു കളഞ്ഞു. അപ്പോൾ അവരെങ്ങനെ രക്ഷിക്കുമെന്നാണ് ഗൈസ് നിങ്ങൾ പറയുന്നത്. അവർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഉള്ളിലിരുന്ന് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ലടാ, നമുക്ക് പോകാൻ പറ്റത്തില്ലടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേ ഒരു വലിയൊരിത് വരുന്നുണ്ട്. എടാ, അത് മിക്കവാറും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളടാ. ഷിറ്റ് ഗൈസ്. ഗൈസ്, അതങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവാറായി. ഇല്ല ഗൈസ്, അതങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം ഗൈസ്, ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ക്യാമറ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാൻ അത് ആ ഒരു അവിടുത്തെ ആ ഡിഫിക്കൽറ്റ് ഞാനൊന്ന് സിമ്പിളാക്കിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്കൂൾ ബസ്സും കൊണ്ട് നമ്മുടെ മെയിൻ പാലം എത്തിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ മേളിൽ കൂടെ ഉരുളിൻ്റെ ഇതൊക്കെ പൊട്ടുന്നുണ്ട്. മിക്കവാറും വീഴാൻ സാധ്യത കൂടുതലാണ് സുഹൃത്തുക്കളെ. അതിനി ഞാൻ മിക്കവാറും ഒന്ന് വീണാൽ എനിക്ക് പോയാൽ അതോ വരുന്നു. ഞാൻ പോട്ടെ. എൻ്റെ സ്കൂൾ വണ്ടി ഇടിക്കാതെ ഞാൻ സംരക്ഷിക്കുകയാണ്. എൻ്റെ സ്കൂൾ വണ്ടിക്ക് ഡാമേജ് വരല്ലേ സുഹൃത്തുക്കളെ. ഓക്കെ, നിങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടഫായിട്ടാണ് ചെയ്തത്. ഈ ഉരുൾപൊട്ടലുകൾ ഇപ്പോഴേ ഉണ്ടായിട്ടുണ്ട്. ഈ പാലൊക്കെ തടി വെച്ചുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഉരുൾപൊട്ടൽ കാരണം പൊട്ടിപ്പോവാനും ഇവിടുത്തെ ജനങ്ങൾ മരിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ എത്ര കംപ്ലീറ്റ് ആക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബൈ ബൈ.